ഓടണ്ട 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 ഓടിയിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇനി വരാൻ പോകുന്നത് പരിശുദ്ധ റമദാനാണ്. പരിശുദ്ധ റമദാനിൽ ഇത്തരത്തിലുള്ള സ്ത്രീകള് നമ്മുടെ വീട്ടിലേക്കും കയറി വരും. ഇവരുടെ തോരത്തിരിക്കുന്ന കുട്ടി തീർച്ചയായും ഞാൻ മനസ്സിലാക്കണം, യഥാർത്ഥ അവരെ കുട്ടികളല്ല. ഇവർക്ക് ഭിക്ഷ നൽകിക്കൊണ്ട് ഇവരെ വളർത്തുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്ന നമ്മുടെ സ്വന്തം, നാം വളരെ സ്നേഹത്തിൽ പോറ്റി വളർത്തുന്ന നമ്മുടെ പൊന്നു മക്കളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കാരണം ഇത്ര ആളുകൾ യഥാർത്ഥയിൽ ഇവരുടെ ഭിക്ഷ മാഫിയ ഒരു സംഘം തന്നെ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. കാരണം ഇവരുമായി ഒരു സംഘം പോയപ്പോ ഇവരുടെ പ്രവർത്തനയുടെ ഒരു വീഡിയോ എന്നെ വല്ലാത്ത വേദനിപ്പിച്ചു. ഇവയെ കണ്ടപ്പോ ആ സഹോദരി, ആ തോലത്തുള്ള ആ കുഞ്ഞുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവർ 11 മണി വരെ ആ നട്ടുച്ച സമയത്ത് പോലും ഒരു സ്വന്തം കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനോട്, മറ്റുള്ളവരുടെ കുഞ്ഞാണെങ്കിൽ പോലും ആ വെയിലത്ത് എത്രത്തോളം ചൂടുണ്ട് നമുക്കറിയാം. ആ വെയിലത്ത് ആ ചെറിയ കുഞ്ഞിനും തോലിലേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച, മണിക്കൂറുകളോളം ആ കുഞ്ഞ് തളർന്നു കിടക്കുകയാണ്. ഒരു ദയവും ആ സ്ത്രീകൾക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് വീട് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആ സ്ത്രീകൾ ഓടുന്ന ഓട്ടമാണ് ഈ ദൃശ്യയിൽ കാണുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇനി പരിശുദ്ധ റമദാൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്ത്രീകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഗൗരവത്തിൽ കാണണം. അവരെ അറിയിക്കേണ്ടവർക്ക് അറിയിക്കണം. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ തീർച്ചയായും ഇവരെ കുറിച്ച് നല്ലൊരു ബോധമുണ്ടായിരിക്കണം. കാരണം ഇവർ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ പൊന്നു മക്കൾ നഷ്ടപ്പെട്ടതിന് ശേഷം ചിന്തിച്ചൊരു കാര്യമില്ല. പൊന്നു മക്കളെ കൊണ്ടുപോയി, ഈ അടുത്താണല്ലോ ഒരു കുട്ടിയെ കൊണ്ടുപോയ ഒരു പ്രശ്നവുമായി നാമൊക്കെ വാർത്ത മാധ്യമങ്ങളിലൊക്കെ നാം കണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൊന്നു മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോ ഇനി പ്രത്യേകിച്ച് ഈ റമദാന്റെ സമയത്തൊക്കെ ഫർദ ധരിച്ചുകൊണ്ട്, ചിലപ്പോൾ അവർ മുസ്ലിങ്ങൾ പോലും ആയിരിക്കില്ല, ഫർദ ധരിച്ചുകൊണ്ട്, ചിലപ്പോൾ അവർ സ്ത്രീകളും പോലും ആയിരിക്കില്ല, പുരുഷന്മാരായിരിക്കും. നമുക്ക് കാണുമ്പോൾ ഫർദ ധരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും തരണം അമ്മ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നവരുണ്ട്. നമ്മുടെ കണ്ണ് തെറ്റിലോടുകൂടി നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങളും മോഷ്ടിച്ചിനാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നാം സ്വതക്ക കൊടുക്കല്, അനുകമ്പ കാണിക്കലും ഒക്കെ വലിയ നല്ല കാര്യമാണ്. പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദയം ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം വിശുദ്ധ ഹദീസിലൊക്കെ പറഞ്ഞതല്ലേ, ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിലുള്ളവൻ, ഭൂമിയുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ളവൻ അള്ളാഹു കരുണ ചെയ്യും. ഇത്തരക്കാരോട് കരുണ ചെയ്യലും ദയം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിവില്ല, നമുക്ക് പരിചയവുമുള്ള എത്ര ആളുകൾ പാവപ്പെട്ടവരുണ്ട്. അവരൊന്ന് സന്ദർശിച്ച് അവർക്ക് എന്തെങ്കിലും ദാനധർമ്മം ചെയ്യും. അവർക്കൊന്നും ചെയ്യില്ല. ഇത്ര ആളുകൾ വരും, ഇവർ നമ്മുടെ പണം നാം അറിയാതെ നമ്മിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ജാഗ്രതയായിരിക്കണം. ജാഗ്രതയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട്, പിന്നെ നമ്മുടെ കുട്ടികൾ, നമുക്ക് ജീവന്റെ തുല്യമായ കുട്ടികൾ നഷ്ടപ്പെട്ട് പിന്നെ ഒരു വിവരവും ഇല്ല. ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞല്ലോ, ഒരു കുട്ടി ഇതുവരേക്ക് എവിടെ പോയി, എന്താ സംഭവം എന്നറിയില്ല. ആ ഉമ്മ ഇന്നും ആ കുഞ്ഞു മകളുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ മടക്കി വെക്കുന്നു, അതിനെ ചുംബിക്കുന്നു. ഏകദേശം 8-10 വർഷങ്ങളായില്ലേ, നമുക്ക് കണ്ടതാണല്ലോ. എന്നിട്ടും ആ കുഞ്ഞിപ്പോ വലുതായിട്ടുണ്ട്. ഇനി കുട്ടിയെ കിട്ടിയാൽ പോലും ഉമ്മക്ക് പരിചയം കിട്ടൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര ആളുകൾ വരുമ്പോ നാം വളരെ ഗൗരവത്തോടു കൂടി കാണണം. ആ വരുന്നവർ ആരാണ് എന്ന്, എവിടെ നിന്നാണ് അവർ വരുന്നത് എന്നുള്ള കൃത്യമായ ഒരു വിവരണം ശേഖരിക്കുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള, കാരണം ആ കുഞ്ഞു മക്കളെ രക്ഷിച്ചാൽ നമുക്കൊരു തിന്മ കാണുമ്പോൾ നാം തടയണമെന്നല്ലേ. ലിസാനി, കൈ കൊണ്ട് തടയണം, അതിന് സാധ്യമല്ലാത്തവന് നാവ് കൊണ്ടെങ്കിലും തടയണം, അതിനും സാധ്യമല്ലാത്തവന് കൽബ് കൊണ്ടെങ്കിലും തടയണം. വെറുക്കുകയാണെങ്കിൽ ചെയ്യണം. നാട്ടിലുള്ള ചെറുപ്പക്കാരിൽ ഒരുമിച്ച് കൂടി കൃത്യമായ ചോദ്യം, അവരുടെ കുട്ടി തന്നെയാണോ എന്നുള്ള പരിശോധന നടത്തുകയും ആ കുട്ടി അവരതല്ലെങ്കിൽ അവരുടെ കുട്ടി രക്ഷിതാവിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യകർമ്മമുള്ളതാണ്. പരിശുദ്ധമായ റമദാനെ മുതലെടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഭിക്ഷയാടന മാഫിയുമായി വരുന്ന പല സ്ത്രീകളും ഉണ്ടാകും. നമുക്കൊക്കെ കാണുമ്പോൾ വലിയ, കാരണം ആ കുട്ടി, ആ സഹോദരിക്ക് നടുവേദനയാണ്, കാലുവേദനയാണ്, നടക്കാൻ വയ്യാന്ന് പറയുമ്പോൾ അടുത്ത് ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ആ കുട്ടി ഓടുന്ന ഓട്ടം, സാധാരണ ചെറുപ്പക്കാർക്ക് പോലും അത്ര സ്പീഡിൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ കാർ ആ ഇടവഴിയിലൂടെ, സിഗ്നലിലൂടെ ഓടി രക്ഷപ്പെടുന്ന ആ രംഗം ഉണ്ടല്ലോ, വല്ലാത്ത രംഗമാണ് കാണുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയൊക്കെ ചതിയന്മാരുണ്ടെന്ന് അള്ളാഹു നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് റമദാൻ അടുത്ത് വരുമ്പോൾ സ്വതക്ക, ദാനധർമ്മമൊക്കെ ചെയ്യുക. നല്ല പുണ്യമുള്ള സൽക്കർമ്മമാണ്.
ഒന്നിന് 70ന്റെ പ്രതിഫലം കിട്ടുന്ന ഫർദ് നിസ്കാരത്തിനൊക്കെ സുന്നത്തിന് ഫർദിന്റെ പ്രതിഫലം കിട്ടുന്ന വലിയ മാസമാണ് വരാൻ പോകുന്നത്. റമദാൻ മാസത്തിൽ ഇത്തരത്തിലുള്ള ചതിയിൽപ്പെടാതെ അർഹരായ ആളുകൾക്ക് ദാനം ധർമ്മം ചെയ്യൽ വലിയ പുണ്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരക്കാരൻ നമ്മുടെ മക്കളെ കുടുംബത്തെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.